പത്തനംതിട്ട G&G ഫിനാൻസ് തട്ടിപ്പ് കേസ് പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. എയർപോർട്ടുകളിലടക്കം പരിശോധിക്കാനാണ് നിർദ്ദേശം. അതേസമയം G&G ഫിനാൻസ് നിക്ഷേപം സ്വീകരിച്ചത് റിസർവ് ബാങ്ക് അനുമതിയില്ലാതെയാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികൾ രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലടക്കം ജാഗ്രതയുണ്ടാകും. പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളെല്ലാം ജനുവരി 27 മുതൽ സ്വിച്ച് ഓഫാണ്. ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ, രണ്ടാം പ്രതി സിന്ധു വി നായർ, ഇവരുടെ മകനും മൂന്നാം പ്രതിയുമായ ഗോവിന്ദ് ജി നായർ എന്നിവർ ഒന്നിച്ചാണ് മുങ്ങിയത്. ഗോവിന്ദന്റെ ഭാര്യയും കേസിലെ നാലാം പ്രതിയുമായ ലക്ഷ്മി ലേഖാകുമാർ മാസങ്ങൾക്ക് മുൻപ് ദുബൈക്ക് പോയിരുന്നു. ഇതിനിടെ കേസിലെ രണ്ടാം പ്രതി സിന്ധു വി നായർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് G&G ഫിനാൻസ് നിക്ഷേപകരെ ആകർഷിച്ചത്. പലർക്കും പല നിരക്കുകളുള്ള പലിശയാണ് നൽകിയിരുന്നത്. ഉയർന്ന തുക നിക്ഷേപിച്ചവരിൽ 15% വരെ പലിശ കിട്ടിയവരുണ്ട്. ഫെബ്രുവരി മാസം 1-ാം തീയതിയോ 2-ാം തീയതി തൊട്ട് കാശ് കൊടുക്കാമെന്നുള്ള 2000 വെച്ച് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് എഴുതാമെന്നും വക്കീലിനെ വിളിച്ചിട്ട് നമുക്ക് എഴുതിക്കാമെന്നും നോട്ടറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കാമെന്നും എല്ലാം ഇവൻ സമ്മതിച്ച് പോയതാണ്. അതിൻ്റെ ശേഷം ഇവൻ്റെ യാതൊരു വിവരവുമില്ല. ആൾക്കാർ അതിൻ്റെ ശേഷം ഇവിടെ വന്നെന്ന് തോന്നുന്നു. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ G&Gക്ക് വിശ്വാസ്യത നേടാനായിരുന്നു. സഹോദരൻ അനിൽകുമാറിന്റെ സ്ഥാപനമായിരുന്ന PRD ഫിനാൻസ് പൂട്ടിയപ്പോഴും നിലനിൽക്കാനായി എന്നത് കൂടുതൽ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. അതേസമയം തെള്ളിയൂരിൽ ഉണ്ടായിരുന്നതടക്കം വസ്തുവകകളിൽ പലതും കൈമാറ്റം ചെയ്ത ശേഷമാണ് ഗോപാലകൃഷ്ണൻ നായർ കുടുംബസമേതം മുങ്ങിയത്. G&G ഫിനാൻസ് ഉടമകൾക്ക് കേരളത്തിനകത്തും പുറത്തുമായി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വമ്പൻ നിക്ഷേപമുണ്ടെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തേടി അന്വേഷണ സംഘം രജിസ്ട്രേഷൻ IG-ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. തെള്ളിയൂരിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.